എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അതായത് നവംബർ 13-ാം തീയതിക്കകം നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടോ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ സഹിതം അതത് കോളേജുകളിൽ വിദ്യാർത്ഥികൾ നവംബർ 13-ന് വൈകുന്നേരം 5 മണിക്കകം അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ ഇന്ന് ഏകദേശം നവംബർ 12 ആയിട്ടുണ്ട്. അപ്പോൾ 13 എന്ന് പറയുന്നത് നാളെയാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്കകം വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പാരാമെഡിക്കൽ ക്ലാസ്സുകൾ നവംബർ 15-ാം തീയതിയുടെ ആരംഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത് രജിസ്ട്രേഷൻ ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്നും കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യുവർ അലോട്ട്മെൻറ്റ് എന്നുള്ള പേജിലേക്ക് പോകാവുന്നതും നേരത്തെ NOC അപ്ലോഡ് ചെയ്ത് അലോട്ട്മെൻറ്റ് മുൻപ് കിട്ടിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതിയൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പുതുതായിട്ട് മറ്റൊരു കോളേജിൽ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു കോളേജിൻ്റെ നേരെയായിട്ട് മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് കാണാൻ സാധിക്കും. കാരണം ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. മുൻപ് കിട്ടിയിട്ടുണ്ടായിരുന്ന കോളേജിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ഇപ്പോൾ കിട്ടിയ കോളേജിൻ്റെ ഡീറ്റെയിൽസും ഇപ്പോൾ കിട്ടിയ കോളേജിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് മെമ്മോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഈ ഒരു യുവർ അലോട്ട്മെൻറ്റ് എന്നുള്ള പേജിൽ നിങ്ങൾക്ക് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടാവുക, ഓൺലൈൻ മോഡും ഓഫ്ലൈൻ മോഡും. ഓൺലൈൻ മോഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ബാങ്ക് വഴി അടക്കുകയാണെങ്കിൽ 24 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഓൺലൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഇവയിൽ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നൽകി നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ഓഫ്ലൈൻ മോഡാണ്, അത് ബാങ്ക് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ഓഫ്ലൈൻ മോഡ് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ചലാൻ ലഭ്യമാവുന്നതാണ്. ആ ഒരു ചലാൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയതെങ്കിൽ 25,000 രൂപയായിരിക്കും ഫീ പേയ്മെൻ്റ് ആയിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 22,000 സംതിങ് രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് വരിക. അപ്പോൾ ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതായിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു മെമ്മോ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങളുടെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ മാറിയിട്ട് മെമ്മോ എന്നുള്ളൊരു ഓപ്ഷൻ ആ ഒരു പേജിലേക്ക് വരുന്നതും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ലോഗിൻ ചെയ്ത പേജിൽ ഇതുപോലെ 3 ലൈൻസ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റെസിപ്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് അതായത് അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതിനുശേഷം നാളെ അതായത് ഈ ഒരു നവംബർ 13-ാം തീയതി വൈകുന്നേരം 5 മണിക്കൂറിൽ പോയിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ തന്നെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ അത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകിയപ്പോൾ ലഭിച്ച ഒരു ഫോം ഉണ്ടാവും, അതായത് പ്രിൻ്റ് ഔട്ട് ഉണ്ടാവും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്,
SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഈ ഒരു SC, BC, OBC, OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഫീസ് ആനുകൂല്യം ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് വേണ്ട. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ എല്ലാ ഹോസ്പിറ്റലിലും ലഭ്യമല്ല എന്നുള്ളത് ചില വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭ്യമല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ആ ഒരു വാക്സിനേഷൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടി വരില്ല. ഇത്രയുമാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ആപ്ലിക്കേഷൻ, അതായത് ഈ ഒരു ആപ്ലിക്കേഷനല്ല, ബാലൻസ് ഫീസ് ഉണ്ടെങ്കിൽ ആ ഒരു ബാലൻസ് ഫീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയതെങ്കിൽ 25,000 രൂപയായിരിക്കും നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ബാക്കി വരുന്ന ഫീസ് ഏകദേശം ഒരു 80,000-ഓളം രൂപ വരും. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് തന്നെ അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ ഫീസുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം അഡ്മിഷൻ സമയത്ത് ഈ PTA ഫണ്ട്, യൂണിഫോം, ബുക്ക്, ഇതുപോലുള്ള ഹോസ്റ്റൽ, ഇതിൻ്റെയൊക്കെ ഫീസൊക്കെ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കോളേജിൽ വിളിച്ച് അന്വേഷിക്കുക. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്കാകും വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.